ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയും മൂർത്തിയെയുമാണ്. ഇനി ആയുധം കൊണ്ടൊന്നും അവളെ ഒരിക്കലും എതിർക്കാൻ സാധിക്കില്ലെന്നും ഇത് വളരെ ശക്തി കൂടിയ സ്ഥലമാണ് ഒക്കെ തന്നെ അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുകയാണ്, ഞാനതിന് മറ്റൊരു മാർഗമാണ് കണ്ടിരിക്കുന്നത്. മല കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും മോരും വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ നമ്മുടെ ആളെയാണ് നിർത്തിയിരിക്കുന്നത്. അയാൾ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കിക്കോളും. ഇതോടെ അർച്ചനയുടെ കാര്യത്തിലും തീരുമാനമായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി കോൾ കട്ട് ചെയ്യുകയാണ്. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും മലമുകളിലേക്ക് കയറുന്നതാണ്. ഞാൻ ആകെ ക്ഷീണിച്ചു, ഒന്നിരുന്നിട്ട് പോകാമെന്ന് അർച്ചന പറയുമ്പോൾ ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കാൻ സാധിക്കില്ലെന്ന് സുധി പറയുകയാണ്. ഇനി ഒട്ടും നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് അർച്ചന ഇരിക്കുമ്പോൾ അർച്ചനയ്ക്ക് വെള്ളം കൊടുക്കുകയാണ് സച്ചി. സച്ചിയേട്ടാ, എൻ്റെ കാലിന് ഭയങ്കര വേദനയുണ്ട്, മുള്ളു കുത്തുന്ന പോലെയാ, സഹിക്കാൻ സാധിക്കുന്നില്ലെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി അർച്ചനയുടെ കാല് തിരുമ്മി കൊടുക്കുകയാണ്. അതേസമയം അവന്തിക മുകളിലേക്ക് പോകുമ്പോൾ ഇത് കാണുന്ന സുധി അവന്തികയോട് നിൽക്കാൻ പറയുകയാണ്. നിങ്ങൾ പതിയെ വന്നാൽ മതി, ഞാൻ മുകളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവന്തിക പോകുമ്പോൾ സുധി പറയുകയാണ്, ഇവർ ഭയങ്കര സെൽഫിഷ് ആണല്ലോ. പിന്നീട് കാണിക്കുന്നത് അർച്ചനയ്ക്ക് വീണ്ടും നടക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അർച്ചനയെ താങ്ങിയെടുത്തുകൊണ്ട് മുകളിലേക്ക് കയറുന്ന സച്ചിയാണ്. ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ അവര് അവന്തികയ്ക്കൊപ്പം എത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കാല് തെറ്റി അവന്തിക താഴേക്ക് വീഴുകയാണ്. സച്ചി, എനിക്ക് വയ്യ, എൻ്റെ കാല് വല്ലാതെ വേദനിക്കുന്നെന്ന് അവന്തിക പറയുമ്പോൾ ഏട്ടത്തി കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതിയെന്നും ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു. അർച്ചനയെ കാത്ത് തിരുമേനിയും പ്രസിഡന്റും ആരതി താലവുമായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന സച്ചിയും അർച്ചനയും അമ്പരപ്പോടെ നിൽക്കുമ്പോൾ അർച്ചനയും സച്ചിയും ആരതി ഒഴിയുകയാണ്. തിരുമേനി, നിങ്ങളുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പൂജയ്ക്കായി ഒരു പെൺകുട്ടി ഈ ക്ഷേത്രത്തിലെത്തുന്നത്. നിങ്ങൾ വന്നെത്തിയത് കൃത്യസമയത്ത് തന്നെയാണ്. ദീപാരാധനയുടെ സമയമായി, പെട്ടെന്ന് വന്ന് തൊഴുതോളാൻ തിരുമേനി പറയുന്നു. ഈ ക്ഷേത്രത്തിൽ ആദ്യമായി വരുന്ന പെൺകുട്ടിയെ സ്വീകരിക്കുക എന്നത് ദേവിയുടെ തീരുമാനമാണ്. ഞങ്ങളുടെ കൂടെ ഇനിയും ഒരാൾ കൂടി ഉണ്ടെന്ന് സച്ചി പറയുമ്പോൾ ഇനി അതൊക്കെ ആരായാലും കുട്ടിയുടെ പിന്നിൽ മാത്രമേ ആവൂ എന്ന് തിരുമേനി പറയുന്നു. അങ്ങനെ മഹാദേവന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് സച്ചിയും അർച്ചനയും. കുറെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് എത്തിയത്. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തന്നെ മാറ്റിത്തരണമെന്ന് അർച്ചന പ്രാർത്ഥിക്കുകയാണ്. അർച്ചനയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് സച്ചിയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരോട് മണ്ഡപത്തിൽ വിശ്രമിക്കാൻ പറയുകയാണ് തിരുമേനി. അങ്ങനെ അവർ തൊഴുത് കൽമണ്ഡപത്തിലേക്ക് വിശ്രമിക്കാൻ പോകുമ്പോഴാണ് അവന്തിക മല കയറി മുകളിലേക്ക് എത്തുന്നത്. ക്ഷേത്രം അടച്ചു, എന്താണെങ്കിലും ഞങ്ങൾക്ക് ദീപാരാധനയിൽ പങ്കെടുക്കാൻ പറ്റി, ഇന്ന പ്രസാദം എന്ന് പറഞ്ഞ് അർച്ചന പറയുമ്പോൾ പ്രസാദം തൊട്ടതിന് ശേഷം അവന്തിക പറയുകയാണ്, എനിക്കൊരു വയ്യായിക വന്നപ്പോൾ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയി. മല കയറിയതേ ഒട്ടും ശരിയായില്ല. ആര് പറഞ്ഞു ശരിയായില്ലെന്ന്? അതുതന്നെയല്ലേ ചേച്ചി നേരത്തെ ചെയ്തതെന്ന് സുധി ചോദിക്കുന്നു. ഈ ചേച്ചി ക്ഷീണിച്ചിരുന്നപ്പോൾ ഞാനും ചേച്ചിയോട് പറഞ്ഞതല്ലേ നിൽക്കാനായിട്ട്, അപ്പോൾ ചേച്ചി എന്താ പറഞ്ഞത്? പതിയെ വന്നാൽ മതി, ഞാൻ മുകളിലേക്ക് പോവുകയാണെന്ന്. ചേച്ചിയുടെ മനസ്സിലിരിപ്പ് ഇവിടുത്തെ ദൈവങ്ങൾക്ക് മനസ്സിലായി കാണും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇന്നത്തെ പൂജ കഴിഞ്ഞെന്ന് കരുതി വിഷമിക്കേണ്ടെന്നും നാളത്തെ പൂജയിൽ അർച്ചനയോടൊപ്പം തന്നെ ഏട്ടത്തിക്കും പൂജകൾ ചെയ്യാമെന്നും സച്ചി പറയുന്നു. അങ്ങനെ അവരെല്ലാവരും മണ്ഡപത്തിൽ വിശ്രമിക്കാനിരിക്കുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇതായിരിക്കും മൂർത്തി പറഞ്ഞ സ്ഥലം. മൂർത്തി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മൂർത്തി പറഞ്ഞത് പ്രകാരം മോരും വെള്ളത്തിൽ ഒരാൾ മയക്കുമരുന്ന് കലക്കുന്നതാണ്. തുടർന്ന് ഒരു പയ്യനെ വിളിച്ച് അയാളുടെ പോക്കറ്റിലേക്ക് കുറച്ച് കാശ് വെച്ച് കൊടുക്കുകയാണ്. മൂർത്തിയുടെ ആള് മയക്കുമരുന്ന് കലക്കി മോരും വെള്ളം കൃത്യമായി തന്നെ അർച്ചനയ്ക്ക് കൊടുക്കാനായും അയാൾ പറഞ്ഞേൽപ്പിക്കുന്നു. അങ്ങനെ ആ പയ്യൻ അതുമായി അർച്ചനയുടെ അടുത്തേക്ക് പോകാനിടുങ്ങാൻ നേരം ഒരാള് ആ ചെറുക്കൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആ പയ്യന്റെ പോക്കറ്റിലേക്ക് കുറച്ച് കാശ് വെച്ച് കൊടുക്കുകയാണ് അയാൾ. അതിനുശേഷം അയാൾ മോരും വെള്ളവുമായിട്ട് അർച്ചനയുടെയും സച്ചിയുടെയും ഒക്കെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ആരാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാനൊരു മഹാദേവ ഭക്തനാണെന്നും എപ്പോഴും ഇവിടെ ഉണ്ടാകുമെന്നും അയാൾ പറയുന്നു. അങ്ങനെ മയക്കുമരുന്ന് കലക്കിയ മോരും വെള്ളം കൃത്യമായി തന്നെ അയാൾ അവന്തികയ്ക്ക് കൊടുക്കുകയാണ്. മോരും വെള്ളം കുടിക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.